സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. സാങ്കേതിക കാരണങ്ങളാൽ കേസ് വീണ്ടും മാറ്റിവെച്ചു. മോചന ഉത്തരവ് വൈകുന്നതിൽ കടുത്ത നിരാശയിലാണ് അബ്ദുൾ റഹീമിന്റെ കുടുംബവും അബ്ദുൾ റഹീം നിയമസഹായ സമിതിയും. അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചന ഉത്തരവ് ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബവും നാട്ടുകാരും. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ കോടതിയിലെ മുഴുവൻ കേസുകളും മാറ്റിവെച്ചു. ഇനി ഡിസംബർ 30-നാണ് കേസ് കോടതിയുടെ പരിഗണനയിൽ എത്തുക. നമ്മൾ എല്ലാവരും റെഡിയായിരുന്നു. കോടതിയുടെ സിറ്റിങ്ങിന് വേണ്ടി നമ്മുടെ അഭിഭാഷകർ ഉൾപ്പെടെ റഹീം ഉൾപ്പെടെ എല്ലാവരും ഓൺലൈനിലെത്തിയിരുന്നു. എടുക്കേണ്ട മുഴുവൻ കേസുകളും മാറ്റിവെച്ചു എന്നാണ് കോടതി നമ്മുടെ അഭിഭാഷകരെ അറിയിച്ചിട്ടുള്ളത്. അവിടെയുള്ള കോടതിക്കകത്തുണ്ടായിട്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂ ആണ് അതിന് കാരണം, മറ്റ് വിഷയങ്ങളല്ല. കോടതി നടപടിയിൽ നിരാശയെന്ന് സഹോദരൻ നസീർ 24-നോട് പറഞ്ഞു. വെയിറ്റ് ചെയ്യാം. പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാം ഇങ്ങനെ അസ്തമിക്കും. ഒരു ഡേറ്റ് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും. ഡേറ്റ് ആ സമയം കഴിയുമ്പോൾ പിന്നെ അസ്തമിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? വെയിറ്റ് ചെയ്യാം, വേറെ നിവൃത്തിയില്ലല്ലോ. കേസ് തുടർച്ചയായി മാറ്റിവെക്കുന്നതിൽ അബ്ദുൾ റഹീമും നിരാശയിലാണെന്ന് കുടുംബം. റഹീം 8-ാം തീയതി രാവിലെ കോടതി പോകുന്നെന്ന് രാവിലെ വിളിച്ചതാണ്. അതിനുശേഷം റഹീം ആരും സംസാരിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. ഇനി നല്ലൊരു വിധി വന്നതിന് ശേഷം ഞാൻ വിളിക്കുള്ളൂ എന്നാണ് റഹീം പറഞ്ഞത്. അപ്പോൾ റഹീമിന് ആ കാര്യത്തിൽ റഹീമിനും ഭയങ്കര പ്രയാസമുണ്ട്, കുടുംബത്തിനും ഭയങ്കര പ്രയാസമുണ്ട്. ജൂലൈ 2-നാണ് അബ്ദുൾ റഹീമിനെ റിയാദിലെ ക്രിമിനൽ കോടതി കുറ്റവിമുക്തനാക്കിയത്. വിവിധ കാരണങ്ങളാൽ 4-ാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. ഡിസംബർ 30-ന് കേസ് പരിഗണിക്കുമ്പോൾ പുതുവർഷ സമ്മാനമായി മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുൾ റഹീമിന്റെ ജന്മനാട്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.